ദേവാമൃതം. ഇന്ന് 1194 ആണ്ട് മേടമാസം 5-ാം തീയതി, അതായത് 2019 ഏപ്രിൽ 19 വെള്ളിയാഴ്ച. നക്ഷത്രം ചിത്തിര. ജ്യോതിഷ പങ്ക്തിയിൽ എന്നത്തെയും പോലെ ഇന്ന് നമ്മോടൊപ്പമുള്ളത് സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ ദേശീയ അന്തർദേശീയമായ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ശർമാജി. നമസ്തേ. ശർമാജി, നമ്മുടെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് നിരവധി കത്തുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു കത്ത് തിരഞ്ഞെടുത്തിട്ടുണ്ട്, വായിക്കട്ടെ. തിരുവനന്തപുരത്ത് നിന്ന് ജലജ എഴുതുന്നു. ഞാൻ വർഷങ്ങളായി ഒരു പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്തു വരികയായിരുന്നു. പെട്ടെന്ന് ആ ജോലി നഷ്ടപ്പെട്ടു. ഏജ് കൂടി. ഇനി ഒരു പുതിയ സ്കൂളിൽ ജോലി കിട്ടാൻ സാധ്യത കുറവാണ്. ആയതിനാൽ നിലവിലുണ്ടായിരുന്ന സ്കൂളിൽ തന്നെ ജോലി തുടരാൻ പറ്റുമോ എന്നറിയണം. എന്താണ് ദോഷം? പരിഹാരമുണ്ടോ ഇതിന്? ഇത് ജ്യോതിഷപരമായിട്ട് ഇത് കാണുമ്പോൾ കന്നിക്കൂറാണ്, സുഖസ്ഥാനത്ത് ശനി, 3-ൽ ഗുരു. അതായത് വ്യാഴഗ്രഹം ജനിച്ച രാശിയുടെ 3-ാം ഭാവത്തിൽ, 6-ാം ഭാവത്തിൽ, 8-ാം ഭാവത്തിൽ, 12-ാം ഭാവത്തിലൊക്കെ നിൽക്കുന്ന സമയം. പ്രത്യേകിച്ച് ഗവൺമെൻറ് ജോലിക്കാർക്കും അതുപോലെ അർദ്ധ ഗവൺമെൻറ് സ്കൂൾ ജോലിയൊക്കെ ആയിരുന്നാലും അതെല്ലാം സർക്കാർ സംബന്ധമായിട്ടുള്ള ജോലിയാണല്ലോ. അതല്ലെങ്കിൽ തന്നെ പോലും 2019 നവംബർ മാസം വരെ പലതരത്തിൽ ഉപദ്രവിക്കാനുള്ള പ്രവണത ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുണ്ടാവുകയോ അല്ല ജനങ്ങളിൽ നിന്നുണ്ടാവുകയോ കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നുണ്ടാവുകയോ അധികാരികളിൽ നിന്നുണ്ടാവുകയോ ഒക്കെ ചെയ്യും. മറ്റാരെങ്കിലും ഒരു ഉപദ്രവം ചെയ്താൽ അതിൻ്റെ ഉത്തരവാദി ഈ കന്നിരാശിക്കാരായ ഉത്തം, തിമുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ടവരുടെ തലയിൽ വരും. കാരണം ഇപ്പോൾ ഒരു ബാങ്ക് ജോലിയാണെങ്കിൽ അവിടുത്തെ ഒരു ശിപ്പായി ഒരു കുറ്റം ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ മാനേജർ സമാധാനം പറയേണ്ടി വരും. സ്കൂളിലൊരു 2-3 വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കുകയോ സമരം ചെയ്യുകയോ പഠിത്തത്തിൽ തോക്കുകയോ അല്ലെ സ്ഥിരം നല്ല മാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വിദ്യാർത്ഥികൾക്ക് അറ്റൻഡൻസ് കുറയുകയോ ഒക്കെ ചെയ്ത് ഈ ടീച്ചറുടെ പീരീഡിലാണ് അല്ലെങ്കിൽ ഇതിനൊക്കെ സംഭവിക്കുന്നതെങ്കിൽ ഉടനെ തന്നെ മാനേജ്മെൻറ്റിൽ നിന്ന് പറയും, ടീച്ചറുടെ പോക്ക് ശരിയല്ല, ടീച്ചർ പഠിപ്പിക്കുന്നത് ശരിയല്ല, ടീച്ചറുടെ കുട്ടികൾ ശരിയായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നില്ല, ടീച്ചറുടെ ഉദാസീനതയാണ്, പഠിപ്പീര് മോശമായിട്ടാണ്. അതുകൊണ്ട് മിക്കവാറും കുട്ടികൾ ഇവിടെ കുറയുന്നു എന്നൊരു പരാതി ഉണ്ട്. അത് ടീച്ചറാണ് ഉത്തരവാദിത്വം. പിരിച്ചു വിടാതിരിക്കാൻ എന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ അപേക്ഷ തരാം. ഇങ്ങനെയൊക്കെയുള്ള ഭീഷണികൾ വരുന്ന സമയമാണ്. ഈ കുഞ്ഞുങ്ങൾ പഠിക്കുകയോ വരാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ടീച്ചറുടെ ഉത്തരവാദിത്വമാണ്. പഠിക്കുക ജയിക്കുക അത് കുട്ടികളുടെ ജോലിയാണ്. ഇതിപ്പം ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാനുള്ള സാധ്യതയും തൽസ്ഥാനത്ത് മറ്റൊരു നിയമനം നടത്താനുള്ള ചതിപ്രയോഗം. അതാണ് ചതിയുടെ ദിവസമായ ഇന്നത്തെ ഈ കത്ത് വായിക്കാനിടയായത്. ഒറ്റുകൊടുക്കുക, അവരെ അങ്ങ് മാറ്റി വേറൊരു നിയമനങ്ങൾ നടത്താം എന്ന് പറയുക. ഏതായിരുന്നാലും ഇത് തൽക്കാലം ഇത് അനുഭവിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. എന്നാൽ ഇത് സ്ഥായിയായിട്ട് വ്യാഴം 2019 നവംബർ മാസത്തോടെ 4-ാമടത്തേക്ക് വരുന്നത് കൊണ്ട് ഇവർക്ക് അഡീഷണലായിട്ട് ഒരു ഡിവിഷനൂടെ കൊടുക്കുകയോ അല്ലെ കൂടുതൽ ഉത്തരവാദിത്വം കൊടുക്കുകയോ ഇതിൻ്റെ കൂടെ പഠിപ്പിൻ്റെ കൂടെ ഏതെങ്കിലും മറ്റെന്തെങ്കിലും എക്സ്ട്രാ ജോലികൾ കൊടുക്കാനുള്ള ഒരു ഉത്തരവുണ്ടാവാനാണ് സാധ്യത. അല്ലെങ്കിൽ വേറെ ഒരു സ്കൂളിലോട്ടോ കോളേജിലോട്ടോ ഇവരെ നിയമിക്കാനുള്ള സാധ്യതയും. അപ്പോൾ ഇത് പെട്ടുപോകത്തില്ല. ഈ ഭീഷണി ഇങ്ങനെ അനുഭവിച്ച് പോകും. മിക്കവാറും വരുന്ന ജൂൺ ജൂലൈയിലാണല്ലോ സ്കൂളുകളിലെ നിയമനങ്ങളും ട്രാൻസ്ഫറുകളും ഒക്കെ വരുന്നത്. ഈ സന്ദർഭത്തിൽ വേറെ സ്കൂളിലോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കട്ടിലിൽ നിന്ന് മെത്തയിലേക്ക് പോകുന്ന പോലെ പോകാനും ഇതിൽ നിന്നുള്ള മാനസിക പീഡനം 2020 ജനുവരിക്ക് ശേഷം മാറ്റപ്പെടുവാനും ഒക്കെ ഉള്ള യോഗമുണ്ട്. സുഖസ്ഥാനത്ത് ദോഷകരമായിട്ട് നിൽക്കുന്ന ശനി, അതായത് കണ്ടകശനി മാറി പഞ്ചമശനിയായിട്ട് മാറാനുള്ള യോഗം ഉള്ളതുകൊണ്ട് 2019 നവംബർ മാസം മുതൽ ഈ ദുരിതത്തിൽ നിന്ന് ടീച്ചർക്ക് മോക്ഷം ഉണ്ടാവും. വേറെ ജോലി കിട്ടും, അല്ല ഇവിടെ തന്നെ തിരിച്ചു വിളിക്കും. കുറച്ചുകൂടെ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. പേര് മാറും. കുട്ടികൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്ത കുട്ടികളൊക്കെ അവിടുന്ന് മാറിപ്പോവും. വേറെ പഠിക്കാൻ മിടുക്കരായ കുട്ടികളൊക്കെ പ്രവേശിക്കും. അതിൻ്റെ സൽഫലങ്ങൾ ടീച്ചർക്കും കിട്ടും. ഇപ്രകാരം പോവുക. കഴിവതും ശനിയാഴ്ച ദിവസങ്ങളും വ്യാഴാഴ്ച ദിവസങ്ങളും അവനവന് വിധിക്കപ്പെട്ടിരിക്കുന്ന ദൈവീക കർമ്മങ്ങൾ, പ്രാർത്ഥനകൾ
പുണ്യപ്രവർത്തനങ്ങൾ ഇവയൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. നന്ദി ശർമാജി. മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രതിവിധികൾ ചെയ്യുക, ഗുണഫലങ്ങൾ ഉണ്ടാവട്ടെ. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്.